നമുക്ക് വെറൈറ്റി വ്ളോഗായിരിക്കും. ഓൾ ദ വേ ഫ്രം സൗത്ത് ഐലൻഡ്. മാമ വിമാനം. ഇത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാഴ്ച ഈ അടുത്ത കാലത്ത് ഞാൻ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ. ഇതിനേക്കാളും ചെറിയ ഗ്ലാസ് കിട്ടിയില്ലേ. ഇത് മറ്റേ ടിയുടെ കായത്തിൻ്റെ ഒരു സഞ്ചി കണ്ടിട്ടുണ്ട് മാമ. അതിലെ കള്ളു കൊണ്ടുപോകണം ടി കായം. നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഇന്ന് വെരി ബിസി ഡേ. ഇന്ന് നമ്മൾ പോവാണ്. ഞാൻ പിള്ളേരെന്തിനേയും അവരെന്നെ ആരെയും വിളിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾ സൗത്ത് ഐലൻഡിൽ പോവാണ്. അവിടെ ബ്ലനിം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ മുന്തിരി കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു പബ്ബിലൊരു മലയാളി പബ്ബാണ്. അവിടെ നമുക്ക് നമ്മുടെ ആൽക്കഹോളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇന്ന്. അവിടെ നിന്നൊരു പബ്ബിലൊരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ പോണേക്കളും തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ബീഫ് കറി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് പോയാൽ ഗോൾഡയ്ക്ക് ഈ പണി അങ്ങോട്ട് തീർന്നു കിട്ടി. നാളെ തിരിച്ചു വരികയും ചെയ്യും. അവൾക്ക് വയ്യ, പനിയാണ്. ഇന്ന് നമുക്ക് വെറൈറ്റി വ്ളോഗായിരിക്കും. ഓൾ ദ വേ ഫ്രം സൗത്ത് ഐലൻഡ് ബ്ലനിം. ഓക്കെ, ബൂം പാങ്. സ്കൈ നോക്കിയേ, ബ്യൂട്ടിഫുൾ സ്കൈ. നല്ല രസമില്ലേ? എന്തോ ഒരു മഞ്ഞ് വാരി മാമൻ്റെ വണ്ടിയുടെ മുകളിലേക്ക് ഇട്ട പോലെ ഉണ്ട്. പോവാ എങ്ങടാ നിങ്ങള്? കാർട്ടേൽസ്. മാമൻ ഇതൊക്കെ അറിയോ മാമ? നിന്നെ കാണാൻ മറ്റേ കൊറിയൻ പ്രസിഡന്റ് ചുമ്മാഹീരെ പോലെ കേട്ടോ മുടി വെട്ടിയിട്ടുള്ളത്. ശരിക്കും എന്താ ഉള്ളവര് ആ സ്റ്റൈലായിട്ടുണ്ട് നീ. മാമ വിമാനം. മാമൻ പൈലറ്റ് ആകണമെന്നാണ് അതിന്റെ ഇപ്പൊ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടാ ഇല്ലേ മാമ? ഹാപ്പി അല്ലേ? ബ്യൂട്ടിഫുൾ വെതർ, അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ചില്ല വിൻ്ററിൽ ഇങ്ങനെ ഒരു നല്ല വെതർ. വിൻ്റർ തീരാറായി കിട്ടുന്നുള്ളത്. ഞാൻ ചെറിയൊരു ജിയോഗ്രഫിക്കൽ സെറ്റപ്പ് നമ്മൾ ഇന്ന് ലാൻഡ് ചെയ്ത സ്ഥലത്തിൻ്റെ പറയാം. നോർത്ത് ഐലൻഡ്, സൗത്ത് ഐലൻഡ്. നമ്മളുള്ളത് നോർത്ത് ഐലൻഡാണ്. അവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ സൗത്ത് ഐലൻഡിലുള്ള ബ്ലനിമിൽ എത്തിയത്. ഈ ബ്ലനിം എന്ന് പറയുന്നത് ശരിക്കും ന്യൂസിലാൻഡിലെ ഏറ്റവും കൂടുതൽ മുന്തിരി കൃഷി ചെയ്യണ അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കണ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് ഓൾമോസ്റ്റ് ന്യൂസിലാൻഡിൻ്റെ 75% മുന്തിരി കൃഷി ചെയ്തിറക്കുന്നത്. എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് താഴെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടങ്ങളാണ്. ശരിക്കും മുന്തിരി ഫെബ്രുവരിയിലൊക്കെയാണ് പഴുക്കുക. ആ സമയത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ലാൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് പ്രത്യേകിച്ച് വിൻ്ററും കൂടി ആയ കാരണം മഞ്ഞുമല അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കാണുന്നത് മുഴുവൻ മുന്തിരി കൃഷി, വൈൻ ഫാക്ടറീസ്, വൈൻ്റെ വാഷ് കലക്കി വെച്ചിട്ടുള്ളതും എല്ലാ സംഗതിയും നമുക്ക് ലാൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് കാണാൻ പറ്റും. ഇത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് മാത്രമല്ല, ശരിക്കും ഈ വിമാനം വന്നിറങ്ങണത് തന്നെ ഞാൻ വിചാരിച്ചത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കാന്നാണ്. അല്ലേ മാമ? ഫുൾ ഓഫ് മുന്തിരിത്തോട്ടം. ഇവിടുത്തെ മെയിൻ 4 പ്രധാനപ്പെട്ട മുന്തിരി വെറൈറ്റി. ഒന്ന് സാവിന്യോ ബ്ലാങ്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വൈറ്റ് വൈൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഷാഡോണെ, പിനോ നുവാർ, ഏറ്റവും സ്മൂത്തസ്റ്റ് ആയിട്ടുള്ള റെഡ് വൈൻ, അതുപോലെ തന്നെ പിനോ ഗ്രീസ്. ഈ 4 വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ ബ്ലനിമിൽ കൃഷി ചെയ്യണ മുന്തിരി കേട്ടോ. സോ ദാറ്റ്സ് ബ്ലനിം എന്ന് മാത്രമല്ല, മാമൻ്റെ കസിൻ മിനാസി ഉണ്ട് ഇവിടെ. ഇവിടെ ഊബറില്ലേ? പക്ഷേ ഊബറിൻ്റെ ടാക്സിയില്ലേ, വെരി ലിറ്റിൽ ടൗൺ. ഞങ്ങളെന്നെ അപ്പോൾ നമ്മളിന്ന് പോകാൻ ഉദ്ദേശിച്ച ഈ ആട് ബാറിലെ അവർ തന്നെ വന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും മാമ ഒരു ഭാരമാവുണ്ട് കേട്ടാ. നിന്റെ കണ്ണാടി എന്താ നീല ഇതിൽ നോക്കുമ്പോൾ? നീ റോയൽ ബ്ലഡിൽ വന്ന നീലേ? ഇന്നത്തെ സ്കൈ വാച്ച് എങ്ങനെയുണ്ട്? ഇതേറാ നീല, ഇതും നീല. ദേ ഇതൊക്കെ കണ്ട മാമൻ്റെ തല വെച്ച മാമ നോട്ടെ. എൻ്റെ തല, എൻ്റെ മുഖം. ഇതാണ് ബ്ലനിം. ഇതാണോ ടൗണ്? ഇത് ഇവിടുത്തെ ലിറ്റിൽ ടൗൺ. നോക്കിയേ, നമ്മുടെ ഓക്ലാൻഡും ബ്ലനിമും തമ്മിലുള്ള മാറ്റം. വെരി ക്വയറ്റ്, സമാധാനം. എല്ലാവർക്കും സമാധാനം മാമ. ഒരു തിക്കും തിരക്കും ഇല്ല. നമുക്ക് ഇനി ഇങ്ങോട്ട് മാറിയല്ലോ. കുറച്ച് നേരം ബ്ലനിമിലായിക്കോട്ടെ. നല്ല എന്താ പറയുക, ഇപ്പോൾ ഓൾഡ് സ്കൂൾ ഹൗസസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുന്തിരി കൃഷി കൂടി ആവാം ഇനിയിപ്പോൾ. സ്വന്തമായിട്ട് നമുക്ക് മുന്തിരിന്ന് ഇനി ബ്രാൻഡി കൂടി ഉണ്ടാക്കേണ്ട കുറവുള്ളൂ ചേട്ടാ. നമ്മുടെ ചെടി ഇവിടെ സ്പ്രിങ്ങിൻ്റെ ചെടി പൂത്തിട്ടുണ്ട്.
ഈ സ്ഥലം കൊള്ളാലോ പക്ഷേ അല്ലേ. ഇവിടെ പൂവൊക്കെ വിരിഞ്ഞു. ഇവിടെ നേരത്തെ സ്പ്രിങ് ആയെന്ന് തോന്നണ കേട്ടോ മാമ. ഈ ചെറിയ സ്ഥലമൊക്കെ നല്ല കൊള്ളാട്ടാ, നല്ല രസമുണ്ട്, നല്ല ക്വയറ്റ് ടൈഡി ആയിട്ടുണ്ട് കേട്ടാ മാമ. ചെറിയൊരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫീലും വരുന്നുണ്ട് ആ ടൗൺ സെൻറ്റർ കണ്ടപ്പോൾ. അതേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൂപ്പർ മലയൊക്കെ കാണാൻ. നമ്മൾ ഈ ബാറിലേക്കാണ് വന്നിട്ടാ, യാർഡ് ബാർ, നേരെ ബാറിലേക്ക്. ഇവിടുത്തെ ആകാശത്തിനും ഇവിടെ നിൽക്കുന്ന മരത്തിനും ബാറിന്റെ ഈ സാധനത്തിനും എല്ലാത്തിനും ഒരു പ്രത്യേക ആൾക്കാർ നല്ല നല്ല വെതറാണ് ഇവിടെ എപ്പോഴും. ഇങ്ങനത്തെ ഗുഡ് വെതർ ഓൾമോസ്റ്റ് ഇങ്ങനെയാ ഈ മലകൾക്ക് ഇടയിലുള്ള കാരണമായിരിക്കും. ആണോ? അങ്ങനെ പറയാം. ഓൾമോസ്റ്റ് എപ്പോഴും നല്ല വെതറാ, നല്ല വെതറല്ലേ. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഗ്രേപ്പ്. അപ്പൊ ഇതാണ് മിസ്റ്റർ സുമിൻ. സുമിൻ ഒരു ഡിഫറെന്റ് പേരാണ് കേട്ടോ മലയാളികളിൽ. SOUMIN കറക്റ്റാണ് അല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. സൗമ്യ എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ട്. സൗമിൻ എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് കേൾക്കണേ. സൗമിൻ നാട്ടിലെവിടെയാ? തൊടുപുഴ. എന്നെ പുള്ളി ഇങ്ങോട്ട് വിളിച്ചാണ്. പുള്ളിക്ക് ഇവിടെ ഒരു ബാറുണ്ടെന്ന്. ബാറിന്റെ പേര് യാർഡ് ബാർ. ഈ ഒരൊറ്റ ബാറിലൂടെ 2 മണി വരെ തുറക്കണു എന്ന് പറഞ്ഞു. നമ്മുടെ ഒള്ളി നൈറ്റ് ക്ലബ് ഇൻ പ്ലാൻ. നൈറ്റ് ക്ലബ്ബ് നമ്മളാണ് ഇവിടെ നൈറ്റ് ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി. പിന്നെ പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചത് പ്രൊമോഷനോ കാര്യങ്ങൾക്കോ ഒന്നിനും വേണ്ടിയല്ല. എന്നോട് മദ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 6 ബോട്ടിൽ കൂടിക്ക് അയച്ചു തരും ഇവിടെ വെക്കാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്നൊരു പരിപാടി ഉണ്ട്. ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വെൽ നോൺ മലയാളി ആയിരിക്കും ഇല്ലേ? അല്ല ഞാൻ പറഞ്ഞ ഞാൻ എന്താ പറയാൻ കാരണം അറിയോ? ഞാൻ അങ്ങനെ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ പറയണത് തന്നെ ഇഷ്ടമല്ല. അല്ലല്ലോ മാമ? അതെന്താ വെച്ചാലേ ഇപ്പോൾ ഈ സ്ഥലത്തിൽ 2 മണി വരെ മാത്രം തുറന്നിരിക്കുന്ന ഒരു ബാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും. കാരണം ഈ ഒരെണ്ണം മാത്രം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആൾക്കാർ അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ തന്നെ അറിയും, വേറെ ആരും ഇവിടെ ഇല്ല. അപ്പോൾ അത് കാരണം മാമൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ സ്ഥലം ലീസിന് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത ഒരു ബാറ് മാമൻ്റെ ബാറിൻ്റെ പേര് മാമൻ. അപ്പോൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ലഞ്ചിനും അതുപോലെ തന്നെ ഡിന്നറിനും, ലഞ്ചല്ല ശരിക്കും ബിയോണ്ട് 30 എന്ന് പറഞ്ഞൊരു ഇവന്റ് കമ്പനി നമുക്കൊരു ഇവന്റ് ഇവിടെ നടത്തുവാണ് ആക്ച്വലി. ഒരു പബ് കൾച്ചർ പോലെ. പക്ഷേ 30+ നമുക്ക് നൈറ്റ് ലൈഫ് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ലേറ്റ് നൈറ്റ് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇവർ ബെഡ് ബൈ 10 എന്നൊരു കൺസെപ്റ്റ്. നമ്മുടെ ഏജ് ഗ്രൂപ്പുള്ള ആളുകൾക്ക് ഒരു പബ് ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ആക്ച്വലി ആൽക്കഹോള് ഇവിടുത്തെ വരുന്ന ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അതും പിന്നെ നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണണം, അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. സോ ദാറ്റ്സ് ദ ഹോൾ ഡേ പ്രോഗ്രാം ആൻഡ് സ്റ്റേ ട്യൂൺ. താങ്ക് യു സുമിൻ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ കുപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുഡ് ടു സീ ദ ബോട്ടിൽ ഹിയർ. നോക്കി കണ്ട ചൊള എറിയും മാമ. ഡ്രിങ്ക് മേടിക്കും. ബൂംബാങ് ഒരെണ്ണം മേടിക്കും. ബൂംബാങ് മേടിക്കും മാമ. നിങ്ങളെന്താ തമാശ കളിക്കുന്ന? ബ്ലഡി മാരി ആണോ മാമം? യു ബ്ലഡി മാരീഡ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് വോഡ്ക. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മണിമണി ഉണ്ടല്ലേ. ഞാൻ ഒരു മുന്തിരി ഉണക്കിയത്. ചെറിയ വീടുണ്ട്. അല്ല ഇവിടെ ബെഡ്റൂമില്ലേ? ബെഡ്റൂം മാമന് രോഹിത്ത് ഇവിടെ കിടന്നോ കേട്ടാ. ഏയ് പ്ലീസ് ഈ സോഫയെ കിടന്നോ കേട്ടാ. ഞാനും ഇവിടെ. എനിക്ക് 2 എണ്ണം. ഞാനും ഇന്ന് രാത്രി വേറെ ആരെങ്കിലും. മാമൻ അറിയാതെ ഒരു ചിരി. ഇതൊക്കെ എന്തോ ഒരു ചിന്തിച്ചിട്ട് ചിരിക്കുന്ന പോലെ ഇല്ലേ? അയ്യോ മാമന്റെ ഒരു കുലീനത. മാമന് പേടിയിട്ട് പോലെ മാമിത് ഓറിയിടും. രാത്രി ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് മാമന്റെ റൂമിൽ വയ്ക്കും. തട്ടടേ പോവാ മാമ, ഭക്ഷണം കഴിച്ചിട്ട് വരാം. കമ്മ ലെറ്റ്സ് ഗോ. ഇതിനേക്കാളും ചെറിയ ഗ്ലാസ് കിട്ടിയില്ലേ ഇവിടുത്തെ? ഇവിടേക്ക് എത്തുന്നോറും ബിയറൊക്കെ ഇവിടെ ഷോർട്ട് ഗ്ലാസ്സിലാണ് എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ചക്കില കുടിക്കുന്ന ഗ്ലാസ് പടച്ച്. മാമത് തികയില്ല. ഇത് മൂക്കി കൂടെ വലിക്കാനുള്ളതേ ഉള്ളൂ. ഇത് നല്ല പാനിപൂരി കഴിക്കണ പോലെ. ചെറിയ ഗ്ലാസ് ആയ കാരണം വേഗം കുടിച്ചു തീരുന്നുണ്ട് മാമന്റെ. ഇതില് പക്ഷെ ഗുണമുണ്ട്. കൂടുതൽ ഗ്ലാസ് ബിയർ കുടിച്ചു എന്ന് പറയാം. ഞാൻ ഉണ്ടല്ല 10 ഗ്ലാസ് ബിയർ കുടിച്ചു. ഗ്ലാസ് ഇത്രയ്ക്കുണ്ടായിരുന്നു. അതാണ് ഇവന്മാര് 100 പൈസ ജോബേട്ടൻ പറയുന്നതാണ്. ഞാൻ ഒരെണ്ണം അടിച്ചിട്ടുള്ളൂ. ഇല്ല ഞാൻ ആകെ 3 അടിക്കുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ ലൈക്ക് ക്ലാസ്സിൽ ഇത് ഇത്ര വെച്ചിട്ട് അടിക്കണേ. 3 ഒരു കുപ്പി തീർന്നു. കേക്കണ്ട വീഡിയോ കണ്ടോ പോളെ അമ്മനെ കിട്ടി. ജോബേട്ടൻ നാട്ടിൽ ചെന്നിട്ട് തന്നെ കാണുമ്പോ ഒറ്റടി നീ എന്താ പറഞ്ഞേ? നല്ല ടുവട്ടാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിയറാണ് കേട്ടോ ഇത്. നല്ല ഹേസി ആയിട്ടുള്ള അടിപൊളി ബിയറാണ് ഇവിടുത്തെ.
ഈ ബാറിലെ ഗ്ലാസ് ആണെങ്കിലും നല്ല ചെറിയ ഗ്ലാസ്, നല്ല രസമുണ്ട്. ചെറിയ സിമ്പിൾ. എനിക്ക് തോന്നുന്ന ഒരു 200 ml ബിയർ അറ്റ് എ ടൈം കൊള്ളുള്ളൂ. ബ്യൂട്ടിഫുൾ. ഭയങ്കര ഹെയ്സി. പക്ഷേ ഇതിൻ്റെ അമ്മയുടെ പോലെയാണ് ഈ ഗ്ലാസ് ഇരിക്കുന്നത്, അല്ല ഈ കപ്പ്. ഇളയമ്മ, ഇത് കുഞ്ഞമ്മ, ഇത് വല്യമ്മ, ഇത് മൂത്താപ്പ. ഒരമ്മ പറ്റിയ ഗ്ലാസ്. എന്തൊക്കെയാ തോന്നണേ. നമ്മുടെ ഫുഡ് എത്തിയിട്ട 2 സണ്ണി സൈഡ് അപ്പ് വിത്ത് ഒരു റം സ്റ്റേക്ക്, മഷ്റൂം സോസ്, ഡക്ക് ഫാറ്റിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ടസ്കൺ പൊട്ടാറ്റോസ്. ഇപ്പുറത്തെ സെയിം ഫുഡാണ് ഇവന്. ബ്രോ ചിപ്സ്. മാമൻ ലാം ഷാങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലാം ഷാങ്ക് വിത്ത് മാഷ് പൊട്ടാറ്റോ, വിന്റർ വെജിറ്റബിൾസ് അല്ലേ മാമ? ലെറ്റ് മീ നോ പ്ലീസ്. മൈക്കോടെ വെച്ച് മാമ കഴിച്ചൊക്കെ. മാമൻ്റെ അങ്ങനെ നൈസ് കുക്ക്ഡിൻ്റെ പെർഫെക്റ്റ് ചെയ്യണോ? നല്ല വിശപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഓക്കെ. ഞാൻ ഉണ്ടാക്കുന്ന പോലെ എന്ത് കഞ്ഞിയുടെ ടേസ്റ്റ് കഞ്ഞി. ഇന്നിപ്പോ എന്താ ഒരു സമാധാനം നോക്കിയേ. കുട്ടികളില്ല, പട്ടികളില്ല, ഭാര്യമാരില്ല, വായ നോക്കാം. ഫുഡ് കൊണ്ടുവരാൻ 1/2 മണിക്കൂർ എടുത്തു. എന്നാലും ഒരു പ്രശ്നമില്ല. ശരിയാ, ഫുഡ് പതുക്കെ മതി. ഹാങ് ഓവർ സിനിമയുടെ കഥ വരെ പറഞ്ഞു. നമുക്കൊരു ഹാങ് ഓവർ കളിച്ചാലോ അല്ലേ? ഇന്ന് രാത്രി ഞാൻ ഒരു കല്യാണം കഴിക്കും. ഞാൻ മാവൻ അറിഞ്ഞിരിക്കുവേ. നോട്ടെ, സ്റ്റേക്ക് പെർഫെക്ഷൻ അല്ല കേട്ടോ, കുറച്ച് ഓവർ കുക്ക് ആയിട്ടുണ്ട്. സാറില്ല, നമ്മള് വേറെ ടൗണിലാണ്, കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ തന്നെയുള്ളൂ, വേറെ ഒന്നും ഇല്ല. ബട്ടർ അതാണ് അത് അല്ല എനിക്ക് തോന്നേ അല്ല, അത് തിന്നർ പീസാ. ഇത് നോക്കിയേ, ഈ പീസ് നോക്കിയേ. പിന്നെ നീയൊക്കെ എൻ്റെ ഫുഡ് കഴിച്ച് ശീലിച്ചിട്ടേ അത്രയും പെർഫെക്ഷനിസ്റ്റിന്റെ കുക്കിങ്. സെൻറ്റർ ഭാഗം കട്ടി, സൈഡ് കട്ട് ചെയ്തത് നോട്ടെ. ആ പീസ് നോട്ടെ. അത് ആ പീസ് വെന്ത് കൂട്ടിയതാണ്. ഈ പീസ് കുഴപ്പമില്ല നോട്ടെ. എന്താ മുറിയുന്നില്ലേ? ഇത് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ നല്ല അല്ലേ, നല്ല സ്റ്റേക്ക്. ന്യൂസിലാൻഡ് ആംഗസ്. ലെറ്റ് മീ ഈറ്റ് മൈ ടസ്കൺ പൊട്ടാറ്റോസ്. നിങ്ങൾ എത്ര പേര് ഡക്ക് ഫാറ്റിൽ പൊട്ടാറ്റോ കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. പൊട്ടാറ്റോ ചുമ്മാ പുഴുങ്ങുക, എന്നിട്ട് ഒരു ഫുൾ നൈറ്റ് റെസ്റ്റ് ചെയ്യുക ഫ്രിഡ്ജിൽ. എന്നിട്ട് അതിനെ ക്രഷ് ചെയ്യുക, കൈ കൊണ്ട് വെറുതെ പൊട്ടിക്കുക. എന്നിട്ട് ഡക്ക് ഫാറ്റ് ചൂടാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ റോസ്റ്റ് ചെയ്യുക. ഐ എം ടെല്ലിങ് യു, ഐ കാണ്ട് എക്സ്പ്ലെയിൻ ദ ടേസ്റ്റ് ഓഫ് ദിസ് വൺ. ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ യൂസ് ടു കുക്ക് ദാറ്റ് ഫോർ സൺഡേ റോസ്റ്റ്. ഓ നോക്കിക്കേ, കഴിച്ചിട്ടുണ്ടോ പറയുന്നു? വേറെ ഒരു ടെക്സ്ചറായി. അടിപൊളിയല്ലേ? ഒരു വ്യത്യാസമുണ്ടല്ലോ അല്ലേ? നല്ല ക്രിസ്പി. ഒരു ഷെല്ല് ശരിയാ. സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഡക്ക് ഫാറ്റിൽ ഇട്ടിട്ട് അങ്ങനെ പതുക്കെ നല്ല ടേസ്റ്റാണ്. ഇതിനാ സാധനം ഇല്ല, ഇതിനകത്തുണ്ടാവും. സോ നിങ്ങൾക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്, മേ ബി ട്രൈ ഇറ്റ് ഔട്ട്. നൈസ് ആൻഡ് സ്ലോ ആയിട്ട്. അതായത് ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങി എടുത്തു വയ്ക്കണം ഓവർനൈറ്റ്. എന്നിട്ട് അതിൽ സ്റ്റാർച്ച് മൊത്തം തിരിച്ച് ഒട്ടിപ്പിടിക്കണം. എന്നിട്ട് അത് ക്രഷ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ചിപ്സ് ആക്കണം ഡക്ക് ഫാറ്റിൽ. സോ ഗുഡ്. ഡക്ക് ഫാറ്റിൽ ഉണ്ടാക്കിയതിന് ശേഷം ബട്ടറിൽ ഗാർലിക് റോസ്മെരിയും കൂടിയിട്ട് ഒന്നുകൂടി അതിന് ടോസ് ചെയ്യണം. ഓ മൈ ഗാഷ്. എന്നിട്ട് ബ്ലൂ ചീസ് സോസിൽ മുക്കി കഴിക്കണം. സീ ഐ മേക്ക് സം സ്റ്റോറീസ് നൗ. ഗുഡ്. ഫാമിലി ഒന്നും ഇല്ലാത്ത ഒരു സുഖമുണ്ട് കേട്ടോ. ഗോൾഡ് പാട്ടി നിന്റെ അമ്മ കെട്ടി പിള്ളേരുടെ പാവായിനാണെങ്കിൽ പനിയ. മാവൻ അറിഞ്ഞിരിക്കുന്ന ഓർത്തിട്ട് ശരിയാണല്ലോ. എന്തൊരു സന്തോഷം. ചേച്ചിക്ക് പനിയല്ലേ, നിങ്ങൾ പോകണ്ടെന്ന് പറയുന്നത്? അതിനല്ലേ നിങ്ങളൊക്കെ ഉള്ളത്. ഡ്രൈവ് ചെയ്ത് ഇത്ര ഫൺ ഉണ്ടാവില്ല. അല്ല, ഫൺ ഉണ്ടാവും, പക്ഷെ ടയേർഡാവും. How's everything going? Yeah, good. This Yeah. next photo
Yeah, all right. Thank you. നല്ല വേണോ? ചേട്ടൻ പറയാം. എക്സ്ക്യൂസ് മീ, നമുക്ക് എന്നാ ഇത് കൂടെ ഒന്നും പറഞ്ഞാലോ? മറ്റേ സുഖമില്ല. ഒരു ജഗ് പറഞ്ഞാലോ? എനിക്കിത് വേണ്ട. ജഗ് പറയാം. ഒരു ജഗ് പറയാം. ഡക്ക് ഫാറ്റിൽ കുക്ക് ചെയ്തത് കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. മാമൻ മുട്ട വേണോ? ഞാനൊരു ചേട്ടാ സ്റ്റാൻഡ് കഴിച്ചിട്ട്. ഇത് വെച്ചിട്ട് മാമന്റെ മുട്ട എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. ആ മാമൻ്റെ മുട്ട. മാമന്റെ മുട്ട സെക്കൻഡ് പാർട്ട് 10 റിലീസായില്ല. മാമൻ്റെ മുട്ട നൈസ് ആൻഡ് ക്രീമി. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ? ലാം ഷാങ്. ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മതി, 2 മതി കേട്ടോ. ആ ഞാൻ അറിയാം. Yeah, can we have one more jug, please? Thank you. Do another Murphy as well? Oh no, I just share that one. Just that one? Yeah, thank you. Do you want a glass as well? Yes, please. Yeah. ഗ്ലാസ്സിലെ കുടിക്കുന്നത് ശരിയാണല്ലോ. പുള്ളിക്കാരി ചോദിച്ചത് എക്സ്ട്രാ ഗ്ലാസ് ആണ്. അത് എന്താ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ അതേപോലത്തെ ക്ലാസ് തന്നെ വേണമെന്നാണ് ചോദിച്ചേ. ഗുഡ് സർവീസ് ബ്രൈ. ഇപ്പൊ പുരിയല്ലേ, ഇപ്പൊ പുരിയത്. റബ്ബർ സ്റ്റേക്ക് ഇതാണ് അവസ്ഥ. ഓക്കെ. നമ്മൾ ഇതിന് $34. റം സ്റ്റേക്കിന് 34 ഇന്ന് ഇവിടെ. സ്റ്റേക്ക് നമ്മൾ പാക്കേജ് ഇത് മേടിക്കാൻ പോയി ഇത്രയും കട്ടി കാണത്തില്ലല്ലോ ശരിക്കും, അല്ലേ? കുറച്ചുകൂടി തിന്നാം. ഇതിന് $34, സെർലോയിന് 36, പക്ഷെ ഇത് 300 ഗ്രാം കിട്ടും. കാരണം റം സ്റ്റേക്ക്. താങ്ക് യു. ബ്യൂട്ടിഫുൾ. സെർലോയിന് $46. സോറി, സെർലോയിനല്ല, സ്കോച്ചിന്. എവിടെ? ഇവിടെ ഇതിണ്ടായിരുന്നു, റം സ്റ്റേക്കിൻ്റെ ഏറ്റവും മേളിലുണ്ടായിരുന്ന ലിസ്റ്റ്. എനിക്ക് വരണം. അപ്പോൾ ഇത് ഹേസിയാണ്. ഏറ്റവും കൂടുതൽ ബ്ലോട്ടിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൺ ഓഫ് ദ സെലക്ഷൻസ് ആണ് ഹേസി ബിയർ. ബട്ട് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര റിഫ്രഷിങ് ആണ്. റമ്മിലൊക്കെ അഗരിഗോൾ എന്ന് പറയില്ലേ, അതുപോലെ ഭയങ്കര ഹേസിയാണ്. ഹോപ്സിൻ്റെ ഭയങ്കര സ്മെല്ല് കിട്ടും. ആൻഡ് പക്ഷേ ഭയങ്കര റീഫ്രഷ് ലവ്. ആർക്കെങ്കിലും ബ്ലോട്ടിങ് ഉണ്ട് വെച്ചെങ്കിൽ someone like me is very hard. പക്ഷേ വൺ ഓഫ് ദ ടേസ്റ്റിയസ്റ്റ്, ഐ മീൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പാലറ്റ് അല്ലേ. IPA ഒക്കെ പോലെ നല്ല ബിറ്ററാണ്. യു ലവ്. നാട്ടിൽ കിട്ടുമത്? നാട്ടിൽ കിട്ടുമത്? നാട്ടിൽ ഹേസിയാ എനിക്കറിയില്ല കേട്ടോ. നാട്ടിൽ ഹേസി ബിയേഴ്സ് ഉണ്ട് വെച്ചെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ മറ്റേ കൾച്ചർ വന്നു തുടങ്ങിയല്ല, പബ് കൾച്ചർ. ഐ മീൻ മറ്റേ ഈ ഹോപ്പ് ഇങ്ങനെ എന്താ പറയുക, ടാപ്പ് ബിയർ ഉണ്ട് ബാംഗ്ലൂർ. ചേട്ടൻ സ്റ്റേക്ക് ഉണ്ടാക്കുന്നത് ഇതിലും ബട്ടറിലല്ലേ? ആ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? അതായത് ഇവരൊക്കെ കാരണം വൃത്തികെട്ട സ്വഭാവം എൻ്റെ നിന്ന് പഠിച്ചു. അതായത് ബട്ടർ ഞാൻ പറഞ്ഞു കണ്ടവനെ ബട്ടർ ഞാനിപ്പോൾ ഇട്ടിട്ട് നിങ്ങൾ എനിക്ക് മാറ്റമുണ്ട്. ഓംലേറ്റിൽ ബട്ടർ ഇട്ട് കഴിച്ചിട്ടുണ്ടോ? ഓംലേറ്റ് ബട്ടറിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? വെറുതെ എണ്ണയിൽ ഉണ്ടാക്കുന്ന 10 ഇരട്ടി ടേസ്റ്റാണ് ബട്ടറിൽ ഓംലേറ്റ് ഉണ്ടാക്കിയ. ബട്ടർ മാൻ. നോ വണ്ടർ വൈ ഫ്രഞ്ച് ക്യൂസീൻ they spend years developing butter, you know. And you? മാലക്കണ്ണാവുണ്ടോ? ചെറുതായിട്ട് ഉറങ്ങാറായിട്ടാ? ഞങ്ങളെല്ലാവരും പവർ നാപ്പ് എടുക്കട്ടെ. നല്ല രസമായിട്ടാ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നതാ, ഉറങ്ങാൻ പറ്റണില്ല. കണ്ണി കണ്ട ഒരു ഊള വർത്താനം പറഞ്ഞ് ഇവിടെ കിടക്കുക. നല്ല രസം. നാളെ ഈ മൊമെന്റ് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത കാരണം ഉറങ്ങണില്ലേ? ഈ പുള്ളി മറ്റേ ശംഖുമുഖ പ്രതിമ കിടക്കുമല്ലോ, അതുപോലെ ഒന്ന് കിടക്കും. ശംഖുമുഖത്താ? ശംഖുമുഖ തിരുവനന്തപുരത്ത് ഒരു പ്രതിമ കിടക്കുന്ന കണ്ടിട്ടില്ലേ? അവിടെ ഉണ്ട് പ്രതിമ. മലമ്പുഴയിലെ യക്ഷിനി ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പ്രതിമ മൊത്തം മണ്ണിന്റെ മുകളിലായിരുന്നു. താന്നു. പുള്ളിനെ പേടിച്ചിട്ട് മണ്ണിന്റെ അടിയിലോട്ട് പോയി. അല്ലല്ല, പുള്ളിനെ പേടിച്ചിട്ടല്ല. പുള്ളി എന്തോ ചെയ്ത് പ്രതിമ താഴും. അല്ലല്ല, ആ പ്രതിമ വയ്ക്കാൻ നേരത്ത് ആദ്യം ആൾക്കാർ ചിന്തിച്ചു എവിടെ വെക്കണമെന്ന്. തൃശ്ശൂർ വെക്കണോ, ഇടുക്കി വെക്കണോ? അവസാനം എല്ലാരും പറയും മാന്യന്മാര് തിരുവനന്തപുരത്താ ഉള്ളത്, അതുകൊണ്ട് അവിടെ വെച്ചാൽ മതി. അത് കാരണം ഇപ്പൊ പ്രതിമയും കാണാനില്ല. പ്രതിമ മറ്റേ കുഴി കുഴിച്ച് മണ്ണിന്റെ അടി ഇറങ്ങി പേടിച്ചിട്ട് മാമൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം പ്രതിമ പൊന്തി വരുന്നുണ്ട് കുറേശ്ശെ. പണ്ട് തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്ത്.
ഉറങ്ങാട്ടാ മാമാ. ഉറങ്ങേണ്ട സമയമായി. ഉറങ്ങുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞാൽ വൈകിട്ട് 6-7 മണിക്കൂർ പബ്ബിൽ കുഞ്ഞാടാനുള്ളതാ ഗാങ്സ്റ്റേഴ്സായിട്ട്. കേരള മാഫിയ. മാമ മിനിമം ഒരു 2 ബാർ ഫൈറ്റ് നടത്തണം കേട്ടോ. മാമൻ ഗേറ്റിൽ നിന്നിട്ട് എന്തേ ഞാനാ ഗാങ്സ്റ്റർ, കേരള മാഫിയ, the Peaky Blinders, all the way from ഉറങ്ങണില്ലേ മാമ? ഇതെന്താ ഉറങ്ങാത്ത? എല്ലാരും വന്ന് കിടന്ന് വെറുതെ വൈബ് പഠിച്ച് ഓരോന്ന് പറഞ്ഞ് കിടക്കുന്നത്. എന്തെന്താ ഉറങ്ങാത്ത? എനിക്കൊന്നും ശരിക്കും ഉറങ്ങണ്ട. പൊട്ടിച്ച് ഓരോന്നുകൂടെ അടിക്കാം. ശരിക്കും കുടിച്ച് പിയറിൽ ഇറങ്ങി പോയിട്ടോ. ശരിക്കും ഉറങ്ങി. ഇതടിക്കണ്ട. കണ്ണുവശം പോകണില്ലേ അതിന്റെ മുകളിൽ നോക്കിയോ മാമ, ഇതടിക്കും. ഞാനിന്ന് ബിയർ മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം പോലെ ആവാൻ വയ്യ. എന്താ ഈ ഇടയ്ക്ക് എന്തോ ഒരു ദിവസം കയ്യിൽ നിന്ന് പോയായിരുന്നല്ലോ. അതൊന്ന് വൈകുന്നേരം കാണാം. അപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ. അവിടെ കിടന്ന് കൊണയടിച്ച് കിടന്ന് വെച്ചു. ഞങ്ങൾ ഉറക്കമില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കിടന്നത് ഏറ്റവും ഓർമ്മയില്ല. അപ്പോഴേക്കും ഉറങ്ങി. 5:30 നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്. അവിടുത്തെ അതിനേക്കാളും തൊട്ട് മുന്നേ ഒന്ന് ഇവിടെ നമ്മുടെ ഒരു പാവം ഒരാൾ അന്യം കിടക്കുന്നുണ്ട്. പോയി കണ്ടിട്ട് നമ്മുടെ മീനാക്ഷിനെ കണ്ടിട്ട് വരാം കേട്ടോ. ഞങ്ങൾ കാണാൻ പോവുക. ഇത് മറ്റേ ടിയുടെ കായത്തിൻ്റെ ഒരു സഞ്ചി കണ്ടിട്ടുണ്ട് മാമ. അതിലെ കള്ളു കൊണ്ടുപോകണം. ടി കായം. ഡ്യൂട്ടി ഫ്രീ ടി കായം. ടി കായത്തിൻ്റെ ഉള്ളിൽ ടി കായത്തിൻ്റെ അതേ കളറിലുള്ള മദ്യക്കുപ്പിയാ കണ്ട, മഞ്ഞ. നമ്മുടെ ഒരു സിനിമയില്ലേ, നമ്മുടെ മാധവൻ്റെ സിനിമ, മാധവൻ മറ്റേ ഒരു ഫ്ലൈറ്റിൽ ഞങ്ങളുടെ മറ്റേ പേപ്പർ എടുത്ത് ചന്തി കഴിക്കണതൊക്കെ ആദ്യമായിട്ട് നമ്മൾ ഗീതു മോഹൻദാസിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. ഓർക്കണ്ട മാധവൻ്റെ ഒരു സിനിമ. അവൻ ഒട്ടും അറിയാണ്ട് അവൻ ഈ ഇതുപോലത്തെ ഒരു സഞ്ചിയിൽ തുണി സാധനം എടുത്തിട്ട് മറ്റേ ഫ്ലൈറ്റിൻ്റെ അടിയിൽ മറ്റേ ഇതിൻ്റെ മുകളിൽ കെട്ടി വയ്ക്കും. അപ്പോൾ ഇത് എന്തിനും ഇതിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ പറയും ഇല്ല ആരും അടിച്ചുകൊണ്ട് കണ്ടിരിക്കാനാണ്. കണ്ടിട്ടില്ലേ സിനിമ? ഗീതു മോഹൻദാസാണ് നമ്മളതിൽ അഭിനയിക്കണേ. ഒരു കോമഡി പടം ഉണ്ട് അത്. അതേപോലെ ബിഗ് അൻബശി വന്നല്ല. ഇപ്പോഴവിടെ കുറച്ച് ആൾക്കാരായത് കണ്ട. കുറച്ച് റോഡിൽ കാറൊക്കെ ചെയ്ത് ഇപ്പോഴാണ്. ബാറിൻ്റെ ഫ്രണ്ടിൽ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. മതി ഗാങ്സ്റ്റേഴ്സൊക്കെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ക്യാമറ വയ്ക്കുമ്പോൾ അട്ടി വെട്ടിച്ചിട്ട് മീനാക്ഷി വീട് തെറ്റി കയറി. മീനാക്ഷി ഞങ്ങളിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇടിച്ച് പുറത്തേക്കാണ്. മാമൻ അഡ്രസ്സും പറഞ്ഞ് മാമാ. ഹായ് മീനാക്ഷി. ശരി എന്നാ പോട്ടെ. കണ്ടു സന്തോഷമായി. കുട്ടിക്ക് സുഖമല്ലേന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്താ പറ്റിയല്ല? ആകെ എന്താ പോലെ അല്ല, ക്ഷീണമാണല്ല? എന്താ പറ്റി? ഇവിടെ പ്ലെയിനിങ് അങ്ങനെ സുഖാണാ? ആണാ? ഇവരുടെ ഇവിടെ താമസിക്കുന്ന ഒരു നാട്ടുകാരൻ ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. പുള്ളി കുട്ടീനെ പേടിപ്പിച്ചെന്ന്. ഇരിക്കും മാമ കർട്ടൈൽസ് കൂടുതൽ കളിച്ച് നമ്മൾ മറ്റേ പുള്ളിനെ കൊണ്ട് ഇവിടെ ബോംബ് പിടിപ്പിക്കുന്നു പറഞ്ഞേക്കട്ടാ. നമ്മളിവിടെ ആൺകുട്ടികളൊക്കെ ഉള്ള കുട്ടികളെ എവിടെ ഉള്ളതെന്നൊക്കെ തെളിയിക്കട്ടെ. ഇവിടെ ഇരുന്നോ? ഹായ് മീനാക്ഷിക്ക് സന്തോഷമായിട്ടാ. മീനാക്ഷി വലുതറിഞ്ഞാ ലാലട്ടൻ വന്ന് വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നപ്പോൾ ഞാൻ വെച്ചൊരു കാപ്പി ഉണ്ടാക്കിയിരുന്നേ. എവിടെ വേണ്ട, ഞങ്ങൾ ഈ സമയത്ത് ജ്യൂസ് കുടിക്കില്ല. പക്ഷെ ഇവിടെ വന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടായി. മറ്റേത് മീനാക്ഷി വളരെ കുറച്ചേ സംസാരിക്കൂ. ഇപ്പം എന്താണെങ്കിലും കുറച്ച് സംസാരിച്ചു. മീനാക്ഷി വി മിസ് യു മീനാക്ഷി ആൻഡ് വി മിസ് യു ഇൻ ദ വീഡിയോസ്. ഇടയ്ക്ക് മീനാക്ഷിനെ ചോദിച്ച ആൾക്കാർ ചോദിക്കാറുണ്ട് എവിടെ പോയി ഈ കുട്ടി. Era Esme, they all miss you, but nah, come back to Oakland. You don't fit here. Yeah? Thank you. Thank you. See you. A short visit. Very unhappy that you didn't serve us any coffee, tea, nothing. That's a bit of no good. At least മീനാക്ഷിയുടെ മമ്മിക്കും ഫാമിലിക്കൊക്കെ വീഡിയോയിൽ കാണാൻ പറ്റട്ടെ. അങ്ങനെയെങ്കിലും അവരൊക്കെ ഒന്ന് കാണട്ടെ. ഇപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ ഡിന്നറിന് നമ്മൾ ഗിന്നസാണ് കഴിക്കണേ. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച മർഫീസിൻ്റെ സ്റ്റൗട്ടും ഈ സ്റ്റൗട്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ
അതിനാകെ കൂടി ഇത്ര സംതിങ് ഇതുവരെ അങ്ങനെ ഒരു സ്റ്റൗട്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല. ഇത് തന്നെ ഇവിടുന്ന് നമുക്ക് കാണാം, അതിൻ്റെ കളറ് ലൈറ്റ് ഗ്രേയിഷാണ് ഇവിടുന്ന് ഇരിക്കുന്നത്. കാരണം ഈ ഫ്രോത്ത് അടിയിൽ നിന്ന് പൊന്തി വരുന്നേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതെന്തോ ഉച്ചയ്ക്ക് പറ്റിയേ അല്ലേ? ഒരു ജീവനിൽ ഇതുവരെ അങ്ങനത്തെ ഒരു പക്ഷെ ആ മർഫീസ് ആണെങ്കിൽ അങ്ങനെ ഇല്ലില്ല. നമ്മൾ മറ്റേ ആ ടോറങ്ങ പോയി കഴിച്ച് ഓർക്കുന്നുണ്ടോ അവൻ? ആദ്യമായിട്ട് അങ്ങനത്തെ എന്തോ ഡ്രിങ്ക് പോലെ എനിക്ക് കണ്ടപ്പോഴും തോന്നിയത്. ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ? ഇത് നല്ല കുടിച്ചപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ക്രീമി അല്ലേ? ആനി അമ്പഴങ്ങി തമ്മിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ എത്ര പേര് ഗിന്നസ് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഗിന്നസ് കഴിച്ച ആളുകൾക്കൊക്കെ യു വിൽ നോ സ്റ്റൗട്ടിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. അഗെയിൻ ബ്ലോട്ടിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗുഡ്, ഗിന്നസ് ഈസ് ഗുഡ്. ഐറിഷ്, ദ പീക്കി ബ്ലൈൻഡേഴ്സ്. നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഇത് റിബ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബാബയ്ക്ക് ഒന്നുമില്ല, ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ടെക്സ്ചർ വൈസ്. മാമനെ ഇതെന്നിട്ടായിരുന്നു ബീഫ്. ഇത് ബീഫ് ബ്രിസ്ക്കറ്റ് വിത്ത് ക്യാരറ്റ് ആൻഡ് സ്റ്റഫ്. ഇവിടെ മാമന് വീണ്ടും ഷാങ്ക് അല്ലേ? മാമന് ഉച്ചയ്ക്കും വൈകിട്ടും ഷാങ്കാണ്. മാമനാണ് ഈ ശങ്കൻ റെയിൽവേ കണ്ടെത്തിയാള്. അയ്യോ. അപ്പോൾ മാമ once again cheers. Hey, Peaky Blinders. Whom should I talk to? To the younger one? I am the to the younger one. Oh, that's clearly. Oh, you talking to my fucking brother like that? എങ്ങനെയുണ്ട്? ഷാങ്ക് ഓക്കെയാണോ? ഷാങ്കല്ല, ഇത് ആക്ച്വലി ലാമ്പിന്റെ ഷോൾഡർ റോസ്റ്റാ. സോറി. മാമന്റെ ഷഡ്ജം ഇങ്ങനെയല്ല. എങ്ങനെയുണ്ട് അവിടെ എല്ലാം ഒന്നാ, ബിരിയാണി അല്ലെങ്കിൽ കറി. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കരിവേപ്പില ഇട്ടിട്ട് ബെഡ് വെച്ച് അറേഞ്ച് ചെയ്ത് അല്ലേ? നല്ലതാണോ? ഓക്കെയാണോ? ഇന്നപ്പോൾ ഫീൽ ലൈക്സ് ടു ഹാവ് എ സ്റ്റിക്കി ഡേറ്റ് പുഡിംഗ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റിക്കി ഡേറ്റ് പുഡിംഗ് എന്നാണ് നല്ലതെന്ന് പറഞ്ഞ്. ഓവറോൾ ഇവിടുത്തെ ഫുഡ് ജസ്റ്റ് ഓക്കെ ആയിരുന്നു, നോട്ട് എ ഗ്രേറ്റ് വൺ. മാപ്പിൾ സിറപ്പ് ആൻഡ് മറ്റേ വാൾനട്ട് ഐസ്ക്രീം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ നമുക്ക് വാനില ഐസ്ക്രീമും മാപ്പിൾ സിറപ്പും കൊണ്ടുവന്ന് വെച്ചു. മാമ മാപ്പിൾ സിറപ്പ് ആൻഡ് വാൾനട്ട് ഐസ്ക്രീം ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവൻ മാപ്പിൾ സിറപ്പ് സൈനിൽ കൊടുത്തു. ഇവന് ഞാൻ ഉണ്ടല്ല കഴിച്ചത് മാമ. പെണ്ണുങ്ങൾ കാണണ്ട, കിട്ടും. ഞാൻ ഒരു സ്കൂപ്പോണ്ട് ചോദിച്ചു. ആ ഐസ്ക്രീം ആണെങ്കിൽ എന്നാ ഞാൻ പറഞ്ഞേ. ഇനി ഇവന്മാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാഞ്ഞിട്ടാണോ എൻ്റെ ഇംഗ്ലീഷ് മോശമായതാണോ എന്നുള്ളത് അറിയില്ല. സ്റ്റിക്കി ഡേറ്റ് പുഡിംഗ് നല്ല എപ്പോഴും. ന്യൂസിലാൻഡർ and some butter sauce. Thank you. So dinner ends. ഞങ്ങളെല്ലാവരും ഷുഗർ ഫ്രീ ആയ കാരണം ഒരു തരി പോലും ഇല്ലാണ്ട് വെടുപ്പാക്കിയിരിക്കുന്നു. ഒന്ന് ഡിഷ് എടുത്തിട്ടു അതിൻ്റെ മുകളിൽ കാർട്ടേൽ പീക്കി ബ്ലൈൻഡേഴ്സ്. ഇല്ലത്തിന് ഷുഗർ ഫ്രീ പായസം കുടിച്ചാനാ. ഒരു സെക്കൻഡ് നേരം കൊണ്ട് 2 ബോക്സ് ഐസ്ക്രീമും പിന്നെ ഡേറ്റ് പുഡിങ്ങും തീർന്നു. മാമനായിട്ട് ഡേറ്റ് ചെയ്തത്. അതെ, മാമന്റെ ചിരിയോക്ക് ഒരു സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കഷ്ണം അലുവ കഷ്ണം പോണ പോലെ പടച്ച ആളുടെ ഈ പറയണേ. ശരി മാമ, വളരെ സന്തോഷം. മാപ്പിൾ സിറപ്പ് മാമ മറ്റേ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ പോലെ കുടിച്ചായിരുന്നു മാപ്പിൾ സിറപ്പ്. അമ്മ കച്ചറുണ്ട് കളി. ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഞങ്ങളപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ യാർഡ് ബാറിൽ നിന്ന് ബ്ലനിം ഇറങ്ങി പരിപാടിയെല്ലാം തീർന്നു. അലമ്പുണ്ടാക്കല്ലോ കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങി. അവിടെ പുലർച്ചെ 2 മണി വരെ ഉണ്ട്. ഒരു ഡിഫറെൻ്റ് അനുഭവമായിരുന്നു. കാരണം ഫാമേഴ്സ് മാത്രമല്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും അറിയും. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നമ്മളതിനെ കാണുമ്പോൾ എല്ലാവരും നോക്കുമായിരുന്നു, ഏത് അന്യഗ്രഹ ജീവികൾ വലുതും വന്നതാണോ. കാരണം ഈ ലൊക്കാലിറ്റിയിൽ ഇവനെ കണ്ടിട്ടില്ലല്ലോ എന്ന് മറ്റേ നരസിംഹത്തിൽ എന്താ ഉള്ള പേര്,
മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന പെണ്ണുങ്ങളുടെ പേരെന്തായിരുന്നു? ഐശ്വര്യ. ഈ ലൊക്കാലിറ്റിയിൽ ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന പോലെ എല്ലാവരും നമ്മളെ നോക്കുമായിരുന്നു കേട്ടോ. അതൊരു വെറൈറ്റി അനുഭവമായിരുന്നു. പ്ലനിമിൽ വന്നിട്ട് 10-20,000 മാത്രം ആളുകൾ വരുന്ന ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി, ഓൾ ഫാമേഴ്സ്, ചെറിയ സ്ഥലം. സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്, എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ന്യൂസിലാൻഡിൽ വന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ് സൗത്ത് ഐലാൻഡ്. ബട്ട് സോ നമ്മളവിടെ കുറച്ച് പേർക്ക് നമ്മുടെ മദ്യമെല്ലാം കൊടുത്തു. ദേ ടേസ്റ്റഡ്. അതിൽ 5-6 പേര് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ കടകളിലൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, വി ഡൺ. തിരിച്ചു പോകണമെന്ന് വിചാരിച്ച, പക്ഷേ ഇനി പോകുമെന്ന് തോന്നുന്നില്ല. നല്ല ഉറക്കം വേണ്ടി. അപ്പോൾ സൂപ്പർ വീഡിയോ കണ്ടിട്ട് നമുക്ക് അടുത്തവണ കാണാം. അതായിരിക്കും ബൈ ഫോർ നോ. ബൈ ബൂം പാങ്. Missing Era, Esmay, Pringu and Golda, they just rang me, they were good. മാമൻ പകുതി ചത്ത് കളിക്കുന്നതിന് മമ്മ വീണ്ടും ഒരു കോടിട്ട് പോതിപ്പിച്ചിട്ടുണ്ടല്ലോ.